ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നെയ. മറിയം മെഹാ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ആൻറ്റിയാണ് മറിയം മെഹ. അപ്പോൾ ഇന്ന് എൻ്റെ ആൻറ്റീനെ ലുക്ക് മാറ്റാൻ പോകാം. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകും. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ആൻറ്റി പുറത്ത് പോകാൻ പോവാണ്. സോ പുറത്ത് പോകുമ്പോൾ ഒരുക്കണ്ടേ. അപ്പം ഞാനാണ് ഇന്നത്തെ ബ്യൂട്ടി പാർലർ സ്റ്റൈലിസ്റ്റ്. ഓൾറെഡി വീഡിയോ ഓണാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ. കണ്ടേ, എൻ്റെ ആൻറ്റി സ്മോൾ മേക്കപ്പ് ചെയ്യുന്നത് ഞാനാണ് ഇവിടുത്തെ ബ്യൂട്ടി പാർലർ. എൻ്റെ ആൻറ്റി എത്ര സ്മോൾ മേക്കപ്പ് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഈ ഫൗണ്ടേഷൻ അതിൻ്റെ കിട്ടും. എപ്പോഴും ഫൗണ്ടേഷൻ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടാറില്ല. അപ്പം ഞാൻ പുള്ളിക്കാരിയുടെ അതുകൂട്ടാക്കാൻ പോയി വേണം. അപ്പം സെക്കൻഡ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹെയർ ക്രീം. ഫേസ് ക്രീമാണ്. ശരി, ഞാൻ പറയാം, നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഫേസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. കണ്ടടക്കണേ. എനിക്കറിയാം ബ്യൂട്ടീഷ്യൻ, പക്ഷെ ഞാൻ കഴുത്തിൽ അങ്ങനെ ഇട്ടാറില്ല. ഇട്ടാൽ പോലെ നമ്മൾ ഫേസ് ഒന്ന് നന്നാക്കി എടുത്ത് നമുക്ക് ഫൗണ്ടേഷൻ ഘട്ടത്തിലോട്ട് കിടക്കാം. ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് എടുക്കാൻ പോലെ ഐബ്രോസ് കണ്ണൊക്കെ ലാസ്റ്റ് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ കണ്ണ് വലിയ കുളമാവും. ലാസ്റ്റ് എടുക്കുന്നത് നല്ലത്. ഞാൻ കുളമാവും. കണ്ണടച്ചോണ്ടിരിക്കണം. കാറ് വേണം, ഇവിടെ നെക്ക് വേണം. നെക്ക് വിട്ടുതരാം. മദാമയാക്കി പക്ഷേ ആദ്യം എടുത്തോട്ട് പോയില്ലേ കേട്ടോ. ഞാൻ നല്ല രസം എടുത്തരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണടക്കണേ. അമ്മയാണോ? ശരി, അപ്പൊ എന്നിങ്ങനെ ഇട്ടു പോവാണ്. സുന്ദരി ആക്കിയിട്ടുണ്ട് എൻ്റെ ആൻറ്റീനെ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പക്ഷെ ശരിക്കും ഞാനൊരു ബ്യൂട്ടി ഫേഷ്യലാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്. സത്യം ഗൈസ്, ഞാൻ ഒരു ബ്യൂട്ടി ഫേഷ്യലാണ്. എൻ്റെ പപ്പിയാണ് ഗൈസ് ഒപ്പിക്കുന്നത്. പോസ്റ്റാണ്. മടിയിലൊക്കെ ഇരുന്ന് ചെയ്തേരോ ബ്യൂട്ടീഷ്യൻ? ഞാൻ ഓക്കെ ഗൈസ്, ഞാൻ മുഖത്ത് മദാമയുടെ സന്തോഷത്തിന് ഇരുന്ന് കൊടുക്കുക. അവൾ റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് അല്ല, എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചാണ് മേക്കപ്പ് തരുമോ. ഓക്കെ, എല്ലാവരും വിശ്വസിച്ചു. നിങ്ങൾ ആ മുഖം നോക്കി പൗഡർ ഇട്ടോട്ടിരിക്കും. കണ്ണാടി നോക്കൂ. നമുക്ക് ട്രാൻസിഷൻ ചെയ്യേണ്ടമാതിരി കാണണം. ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുക്കും. ഇനി നമുക്ക് അടുത്തത് ഞാൻ ലാസ്റ്റ് കട്ടുവാണ് ആവാറാവുന്ന. ഇത് നമ്മുടെ ഐബ്രോസ് ഒക്കെ ചെയ്യാനുള്ളത്. ഏത് കളർ വേണം? ഏത് കളർ വേണം? നിലവിൽ പോയല്ലേ ഞാൻ ഇതാരെ കുട്ടി എടുത്ത് ചേച്ചി ഇട്ടുപോലെ നോക്കിയില്ലേ? ഇട്ടിട്ടുണ്ട്. ഞാൻ മറ്റേ ദാണ്ടിയ കളിച്ചില്ലേ, അമ്മയുടെ അമ്മയുടെ ഡ്രസ് ഒരു ഡാൻസ് കളിച്ചില്ലേ, കല്യാണ ഡ്രസ്. ഞാൻ ഏത് കളർ വേണം? കളർ വേണം ഗൈസ്. ഇത് ഇപ്പൊ എന്റെ ബ്യൂട്ടീഷ്യൻ ഇപ്പൊ നടക്കുന്നില്ല. ഏത് കളർ? ഇത് ഞാൻ ഇടുന്ന ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. ആദ്യം ഇത് ടച്ച് ചെയ്തിട്ട് ഇത് ടച്ച് അത് ഇത് വെച്ചിട്ട് ഞാൻ ഇടുന്നത് 1 2 3. ഞാൻ ഉണ്ടാക്കിയതാ ഐബ്രോസ്. അതല്ല, അത്രയും പൊടിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് തോന്നിയില്ലേ? അവള് പിന്നെ കഴിക്കാൻ പറഞ്ഞ ഇപ്പത്തെ സൈഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കഴിക്കോളൂ പുണ്ണക്കായ. ഇച്ചിരി മേക്കപ്പ് ചെയ്തത് നോക്കും ഗൈസ്. സെറ്റായോ? മേക്കപ്പ് ഇച്ചിരി കൂടിയെന്ന് തോന്നി ചേട്ടാ. ഞാനായിട്ട് മേക്കപ്പ് കൂട്ടാൻ ചേർത്തത്. പ്രോഡക്റ്റിന്റെ പേരൊന്നും പേര് പറയാം. ഇത് എന്തുവാസാണ്? എന്റെ അല്ല, ഇത് മാർസിന്റെ ഐബ്രോ മോയ്സ്ചറൈസർ. ലാക്മീന്റെ മോയ്സ്ചറൈസറും അത് പീച്ച് മിൽക്കാണ്. പിന്നെ ക്രീം ഹിമാലയന്റെ മറ്റേ നാച്ചുറൽ ഗ്ലോ ഫേസ് ക്രീമാണ്. ഒരു ഫൗണ്ടേഷൻ, അതിന്റെ പേര് എനിക്കറിയില്ല. ഇതിന്റെ പേര് ഗൈസ്, ഇനി കണ്ണെഴുതാ ഘട്ടത്തിൽ കിടക്കാം. ഇനി കണ്ണെഴുതാ ലോകത്തിലെ ഏറ്റവും പേടിയുള്ള എന്റെ ഫാൻസി വണ്ണെന്നാണോ അറിയില്ല. എന്റെ പേര് മാനു വരാല്ലേ. എന്റെ പൊന്നു മെഹന്തി. ഇനി നമ്മൾ എന്റെ ആന്റീനെ
കണ്ണെഴുതാൻ പോവാണ്. അതാണ് എനിക്ക് പേടി. ആദ്യം നമുക്ക് ഐഷാഡോ ഇട്ടിട്ട് പോലെ അല്ലെങ്കിൽ പടിവാണ്. ഐഷാഡോ ഞാൻ ഇത് വെച്ചിട്ടോ അല്ല, ഐഷാഡോ ഞാൻ ഇങ്ങനെ ഏത് കളറാണ് ഐഷാഡോ? റെഡ് വേണം. ബ്ലഷ് ആടുവേ, ബ്ലഷ് അടിച്ചിട്ടോ. അവർക്ക് ഈ കളർ മതി. ബ്ലഷ് ഇതുപോലെ ഐഷാഡോ അല്ലേ? തൊട്ടാ മതി. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ, വാരി എടുക്കാൻ. ഓക്കെ, നമ്മൾ ഐഷാഡോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതാം. ഘട്ടത്തിലോട്ട് പോവാം. ഗൈസ്, ഇതിലൊരു സാധനം പക്ഷെ മിസ്സായിട്ടില്ല. കണ്ണെഴുതിയിട്ട് പോലെ കാജലാണ് ഗൈസ്, സ്റ്റുഡിയോയിലെ ബ്ലൂ കളർ. എന്നിട്ട് പറയണേ താഴെ വേണ്ടേ? ഒരു ക്വാണ്ടിറ്റി സെൻസ് ഇവിടെ ഇങ്ങനെ വാരി ഇട്ടിട്ടുണ്ട്. വാരി വെച്ചിട്ടുണ്ടോ? ഇച്ചിരി ഇട്ടു. ആ ഓക്കെ, ഇങ്ങോട്ട് വേണം. എങ്ങനെയുണ്ട്? ഇനി ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോഴാണ് ഫൈനൽ റിസൾട്ട് അറിയാൻ പറ്റുന്നത്. കണ്ണെഴുതിയ എല്ലാം കളറാണെന്ന് എനിക്കറിയാം. അതാണ് എനിക്ക് പേടി. ആ ഘട്ടമാണ് ഞാൻ. ഇനി നമ്മുടെ ഈ ഘട്ടം തുടങ്ങുവാണ്. ആ പാട്ടിട്ട് ചെയ്യണം. യു വാണ്ട് എ ഡ്രിങ്ക്? നമ്മൾ നമ്മുടെ കസ്റ്റമറിന് കുറേ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. മാളോ മാളു വന്നേ. ഇവിടെ എന്റെ മടിയിൽ നിന്ന് ചെയ്തേട്ടൊന്നും എടുക്കാൻ ഫുള്ള് എന്തോ മാളു ചെയ്യുന്ന ഇങ്ങനെയുള്ള സാധനം. ഇത് നമ്മുടെ ലാസ്റ്റ് ഘട്ടം. ലിപ്സ്റ്റിക്ക് വേറെ, ഇത് ലിപ് ഗ്ലോസ് വെച്ചേ. ലിപ്സ്റ്റിക് ആവശ്യം ഞാൻ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഉണങ്ങും പെട്ടെന്ന്. ഗ്ലോയിങ് അല്ല, മാറ്റാ. മാറ്റിക്കോട്ടെ, ഞാൻ പൊക്കോട്ടെ. രാവിലെ ഇവിടെ സ്കൂളിൽ പോകുന്ന നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരാം. നിങ്ങൾ മേമാക്ക്